ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്റ്റീവ് പാരന്റിംഗിന്റെ അടുത്ത സെഷൻ ബി ഫ്രണ്ട് ബട്ട് വിത്ത് ഫേം ബൗണ്ടറീസ്. പാരന്റ്സ് എപ്പോഴും ചില ഫേം ബൗണ്ടറീസ്, ദൃഢമായ അതിരുകൾ വയ്ക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിനകത്ത് കുഞ്ഞുങ്ങളെ ഒരുപാട് നിയന്ത്രിക്കാനും പോകരുത്. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ 6 മണി തൊട്ട് 8 മണി വരെ സ്റ്റഡി ടൈം കൊടുക്കുന്നു. എന്നാൽ അതിനകത്ത് ഏത് വിഷയം ആദ്യം പഠിക്കണം, എപ്പോഴൊക്കെ ബ്രേക്ക് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കുക. അടുത്ത പോയിന്റ്, അനാവശ്യമായ വാശികൾക്ക് വഴങ്ങാതിരിക്കുക. അതോടൊപ്പം വിനയത്തോടെ ഒരു കാര്യം എങ്ങനെ ആവശ്യപ്പെടണം എന്ന് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഒരു കുഞ്ഞ് ഒരു കടയിൽ വന്ന കളിപ്പാട്ടത്തിന് വേണ്ടി അമിതമായി വാശി പിടിച്ച് കരയുന്നു. അപ്പോൾ ആ നാണക്കേടാണല്ലോ എന്നോർത്ത് അത് വാങ്ങി കൊടുക്കുന്നതിന് പകരം നീ കരഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിപ്പം മൈൻഡ് ചെയ്യാതെ നമുക്ക് നടക്കാം. അത് കഴിഞ്ഞ് അവർ ശാന്തമാകുമ്പോൾ നീ കരഞ്ഞ് എന്തിനാണ് വാശി പിടിച്ചത്, അതുകൊണ്ടാണ് അത് വാങ്ങി തരാത്തത് എന്ന് അവരോട് സമാധാനപരമായി പറയാനും ശ്രമിക്കും. അതേസമയം തന്നെ വിനയത്തോടെ എങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടണം എന്നും അവരെ പഠിപ്പിക്കാം. അവർ വിനയത്തോടെ അമ്മേ എനിക്ക് ആ കളിപ്പാട്ടം ഇഷ്ടമായി, എനിക്കത് വാങ്ങി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. മോനെ നീ ആ ചോദിച്ചത് എനിക്ക് ഇഷ്ടമായി, അത് വാങ്ങിക്കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ വാങ്ങിക്കൊടുക്കാം. അതല്ല എങ്കിൽ ഇപ്പോൾ അമ്മയുടെ കയ്യിൽ അതിനുള്ള പണമില്ല, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. അടുത്ത പോയിന്റ്, നോ പറയുന്നതിന് പകരം ഓപ്ഷൻസ് വെക്കാം. എപ്പോഴും നീ അത് ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം ചില ഓപ്ഷൻസ്. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ കുഞ്ഞ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഐസ്ക്രീം ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം, നിനക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം തരാം. അതല്ല എങ്കിൽ നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഇപ്പൊ ഒരു ആപ്പിൾ കഴിക്കൂ, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കഴിക്കൂ. അത് കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞതിന് ശേഷം അമ്മ ഐസ്ക്രീം തരാം എന്ന് ഒരു ഓപ്ഷനിലൂടെ നമുക്ക് പറയാവുന്നതാണ്. നടപ്പിലാക്കാൻ കഴിയാത്ത ശിക്ഷകളെ കുറിച്ച് ഒരിക്കലും ഭീഷണിപ്പെടുത്തരുത്. അതായത് കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ വലിച്ചെറിയുന്നു, അപ്പോഴ് നീ ഇനി കളിപ്പാട്ടങ്ങൾ വലിച്ചെറിഞ്ഞാൽ ഞാൻ നിന്നെ ഒരാഴ്ചത്തേക്ക് പുറത്തേക്ക് വിടില്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും, കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞാൻ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് മാറ്റി വെക്കും, കുറച്ചു നേരത്തേക്ക് നിനക്ക് ഇനി കളിപ്പാട്ടങ്ങൾ തരില്ല എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ശിക്ഷയെ കുറിച്ച് പറഞ്ഞാൽ അത് നടപ്പിലാക്കുകയും വേണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അനീതി, സത്യസന്ധതയില്ലായ്മ, കള്ളം പറയുക, അനാദരവ് കാണിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ശക്തമായി തന്നെ എതിർക്കുകയും വേണം. ഒരു ശിക്ഷ നൽകുമ്പോൾ അത് കുഞ്ഞിന് ഒരുപാട് നാണക്കേട് ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതോടൊപ്പം അവരതിൽ വിഷമിക്കുമ്പോൾ ആ വിഷമത്തിൽ പങ്കാളികളാകാനും ശ്രമിക്കുക. ഞങ്ങൾ നിനക്ക് ശിക്ഷ നൽകിയപ്പോൾ നിനക്ക് വിഷമമായി എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യേണ്ടി വന്നു, എങ്ങനെയാണ് നീ പെരുമാറേണ്ടിയിരുന്നത് എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടതും ആവശ്യം. ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എപ്പോഴും ഈ ഒരു ബൗണ്ടറിയും ഫ്രണ്ട്ഷിപ്പും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പലപ്പോഴും ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഓരോ കുഞ്ഞുങ്ങളും യുണീക്കാണ്, അപ്പൊ അവരെ വളർത്തേണ്ട രീതിയും യുണീക്കായിരിക്കും.